ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റാഗിയപ്പമാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നല്ല പഞ്ഞി പോലെ ഇരിക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അത് തയ്യാറാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റാഗി അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 2 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാക്കറ്റ് പൊടി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1 കപ്പ് നിറച്ചും തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ഇച്ചിരി കൂടുതലായിട്ട് വേണം കേട്ടോ, എന്നാലാണ് ഈ ഒരു അപ്പം കറക്റ്റായിട്ടൊക്കെ കിട്ടുക. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ചോറ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മിക്സി ജാറിലേക്ക് ഞാൻ പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാനും വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ട്രിപ്പ് മാവ് ഇതിലേക്ക് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. നിങ്ങൾക്കിത് എല്ലാം കൂടെ മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുള്ളതും നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങ, ചോറ് അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ നൈസായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ആ ഒരു മിക്സി ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടി പോകണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ മതി. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ ഒരു മാവ് നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം. 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും മാവ് നല്ലോണമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്കൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കട്ടെ ഈ ഒരു മാവ് ഇങ്ങനെ പൊങ്ങി വരുന്നതിൻ്റെ ആ ഒരു ടൈമൊക്കെ. അപ്പോൾ ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ലോണം തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കണ്ട, പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് അപ്പം തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. മാവ് നല്ല തിക്കായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതേ അപ്പച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിറയെ ഹോൾസൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങില്ല. ആ ഒരു സമയത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഇറ്റിച്ച് കൂടെ കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു മണക്കാവും കേട്ടോ. ഇത് നല്ലോണമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ച് വെച്ചിട്ട് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മാവും വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പമാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നമുക്കിത് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കഴിക്കാം കേട്ടോ. വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള 2 കപ്പ് റാഗി പൊടിയിൽ എനിക്കൊരു 8 അപ്പമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ലൈക്ക് ചെയ്യണ സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്